നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ SFI-കാരെന്ന ആരോപണം. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആക്ഷേപം. CPIM സംസ്ഥാന സെക്രട്ടറിക്ക് തെളിവ് സഹിതം പരാതി നൽകിയ SFI കേന്ദ്ര കമ്മിറ്റി അംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 3-ന്. 5 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് സൂചന. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി തുടരുന്നു. മരുന്ന് വിതരണക്കാരുടെ സമരത്തിന് 6 ദിവസമായിട്ടും പരിഹാരമില്ല. കുടിശ്ശിക തീർക്കുന്നത് വരെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന കമ്പനികൾ. ദുരിതത്തിലായി ക്യാൻസർ, ഡയാലിസിസ് രോഗികൾ. സംസ്ഥാനത്ത് ഇന്ന് ചൂട് കൂടും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ചൂടുയരും. ഗാസ മുനമ്പിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം സഹായം എത്തിച്ച US സന്നദ്ധ സംഘടന. 200 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി കപ്പൽ എത്തിയത് പുതിയതായി നിർമ്മിച്ച ഇടനാഴിയിലൂടെ. ഭക്ഷണ വിതരണം ചെയ്യുന്നതിൽ വ്യക്തതയില്ല. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ഫൈനലിൽ. എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിനെ 5 റൺസിന് വീഴ്ത്തി ബംഗളൂരു. ഫൈനലിൽ RCB ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം നാളെ.